സിനിമയിലെ രസകരമായ ചില കൂട്ടുകെട്ടുകളെ കുറിച്ചാണ്. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമയിലേക്ക് ബേസിൽ ജോസഫ് എന്ന യുവാവ് കാലെടുത്ത് വെച്ചപ്പോൾ കൂടെ നിന്ന് സഹായിച്ചവരാണ് വിനീത് ശ്രീനിവാസനും ടൊവിനോ തോമസും ഷാൻ റഹ്മാനുമൊക്കെ. ബേസിൽ ആദ്യമായി സംവിധാനം ചെയ്ത കുഞ്ഞിരാമായണത്തിൽ നായകനായി അഭിനയിച്ചത് വിനീത് ശ്രീനിവാസനായിരുന്നു. തുടർന്ന് ചെയ്ത ഗോദയിലും മിന്നൽ മുരളിലുമൊക്കെ നായകനായത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ ആവട്ടെ പിന്നീട് താരപദവിയിലേക്ക് ഉയരുകയും ചെയ്തു. ഗോദയിലും മിന്നൽ മുരളിയിലുമൊക്കെ സംഗീതം ചെയ്ത ഷാൻ റഹ്മാൻ ആവട്ടെ ഒരു നല്ല മികച്ച കൊമേഡിയൻ ആർട്ടിസ്റ്റ് കൂടിയാണെന്ന് ബേസിൽ നേരത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം. ഇവരുടെ ദൃഢമായ കൂട്ടുകെട്ടിൽ പിറന്ന അതിരടി എന്ന ആക്ഷൻ കോമഡി എൻ്റർടൈനർ സിനിമ തിയേറ്ററിലെത്തി. ഒരു മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാമ്പസും അങ്ങനെയുള്ള കോളേജ് ക്യാമ്പസിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ അടിയും ഇടിയും കോമഡിയും പാട്ടും സെൻറ്റിമെൻസും ക്ലൈമാക്സിലെ കൂട്ടപ്പൊരിച്ചിലും ഒക്കെ ചേർത്ത് കൃത്യം 2.5 മണിക്കൂർ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ പോയാൽ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് അതിരടി. മലയാള സിനിമ തിയേറ്ററുകളിൽ തകർച്ച നേരിടുന്ന സമയങ്ങളിലൊക്കെ ഒരു മാസ് എൻട്രി നടത്തുന്ന താരമെന്ന നിലയിൽ ഇപ്പോൾ ശ്രദ്ധേയനായി കഴിഞ്ഞിട്ടുണ്ട് ബേസിൽ ജോസഫ്. ബേസിൽ മുൻപ് സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായ മിന്നൽ മുരളിക്ക് തിരക്കഥയൊരുക്കിയ അനിരുദ്ധിൻ്റെ സംവിധാനത്തിലാണ് അതിരടി തിയേറ്ററിലേക്ക് എത്തുന്നത്. ക്യാമറമാൻ സമീർ താഹിറും ബേസിലും ചേർന്ന് നിർമ്മിച്ച സിനിമയിൽ സാംകുട്ടിയായി ഉടനീളം ബേസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്ന സിംഹാസനത്തിലേക്ക് അദ്ദേഹം മെല്ലെ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ശ്രീകുട്ടൻ വെള്ളായണി എന്ന ഒരേ സമയം വില്ലനും ഗായകനുമായി ടൊവിനോയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയിൽ. ഇടവേളയ്ക്ക് ശേഷം ഇവർക്കിടയിലേക്ക് വിനീത് ശ്രീനിവാസനും സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും വന്ന് കൂടിച്ചേർന്നതോടുകൂടെ ട്രോളുകളും ചില തമാശകളും ഒക്കെയായിട്ട് പ്രേക്ഷകനെ മുഴുവൻ സമയവും ചിരിപ്പിക്കുന്നുമുണ്ട്. സർവ്വമായിലെ ഡെലുലു റിയ ഷിബു നല്ല പ്രകടനമാണ്. താരതമ്യേന പൊതുമുഖങ്ങളും എന്നാൽ ഇൻസ്റ്റാ റീലുകളിലൂടെയൊക്കെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതരുമായിട്ടുള്ള നിരവധി സഹതാരങ്ങൾ തകർപ്പൻ പ്രകടനമാണ് സിനിമയിലുടനീളം നടത്തുന്നത്. ഇത്തിരി സമയമേ ഉള്ളൂവെങ്കിലും വാഴ 2വിലെ നായകൻ ഹാഷിറും വന്ന് തകർത്തു വരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് സാമുവൽ ഹെൻറിയുടെ ക്യാമറയും വിഷ്ണു വിജയിൻ്റെ സംഗീതവും ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും ഇതിൻ്റെ സംഘടന രംഗങ്ങളും എല്ലാം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കോളേജ് ഫെസ്റ്റ് നടത്താൻ സാംകുട്ടിയും കൂട്ടുകാരും ശ്രമിക്കുന്നതും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുമൊക്കെ രസകരമായി കൈയടക്കത്തോടെ തിരശ്ശീലയിലെത്തിക്കാൻ അനിരുദ്ധ് എന്ന പുതുമുഖ സംവിധായകന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. വിനീത് ശ്രീനിവാസൻ മുൻപ് പാടി ഹിറ്റാക്കിയ നരൻ സിനിമയിലെ ഗാനം പുനരാവിഷ്കരിക്കുന്നതിലൂടെ പ്രേക്ഷകന് രോമാഞ്ചമുണ്ടാക്കുന്ന സീനുകൾ സമ്മാനിക്കുന്നുണ്ട് സംവിധായകൻ. കൂടാതെ ക്ലൈമാക്സിലെ വിനീത് ശ്രീനിവാസൻ്റെ എൻട്രൻസും ബേസിൽ ജോസഫിൻ്റെ പ്രകടനമൊക്കെ സിനിമയ്ക്ക് വലിയ മാറ്റുകൂട്ടുന്നുണ്ട്, മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.